സർ നമസ്കാരം സർ. സർ ബിസിനസ്സിലേക്ക് എത്തുമ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ പറ്റി സർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നെന്ന് പറയുന്നത് പാർട്ട്നേഴ്സാണ്. അതായത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ പാർട്ട്നേഴ്സ്. പക്ഷെ പലപ്പോഴും നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പാർട്ട്ണർഷിപ്പ് ബിസിനസ് എങ്ങനെയാണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ള പറ്റിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ കോമൺ ആയിട്ട് കണ്ട കുറച്ച് കമൻറ്റുകൾ, അതായത് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്ത് തകർന്നു പോയി അല്ലെങ്കിൽ വിശ്വാസം നഷ്ടപ്പെട്ട കുറേ ആൾക്കാരുടെ കമൻറ്റുകളൊക്കെ നമ്മൾ കാണുകയുണ്ടായി. അപ്പം ഞാനിപ്പോൾ സാറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, സർ പാർട്ട്ണർഷിപ്പ് ബിസിനസ് നല്ലതാണോ ചീത്തയാണോ? ഈ ഒരു വിഷയത്തിനെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ? ഞാനേ കഴിഞ്ഞ മുമ്പത്തെ തവണ ദുബായി പോയപ്പോൾ ഒരു യാത്രയിൽ ഒരു ടാക്സിയിൽ പോകേണ്ടി വന്നു. അപ്പോൾ ആ ടാക്സി ഡ്രൈവർ എന്നോട് അദ്ദേഹത്തിനൊരു ദുരന്ത കഥ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടുമായിട്ടൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങി. അതിൽ അദ്ദേഹത്തിന് വലിയ നഷ്ടങ്ങളുണ്ടായി. പാർട്ട്ണർ അദ്ദേഹത്തിനെ പറ്റിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്നിട്ട് ഇപ്പോൾ തിരികെ അദ്ദേഹം ടാക്സി ഓടിക്കാൻ വന്നിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതുപോലെ പല ദുരന്ത കഥകളും ഞാൻ കേട്ടിട്ടുണ്ട്. മറിച്ച് പാർട്ട്ണർഷിപ്പ് ബിസിനസ് കാരണം വലിയ ഉയർച്ച നേടിയ ബിസിനസ്സുകളെയും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ് നല്ലതാണോ ചീത്തയാണോ എന്ന ഉത്തരത്തിന് പകരം ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നിങ്ങൾ സ്വീകരിച്ച നിലപാടുകളും ഇല്ലെങ്കിൽ ആ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനെ നിങ്ങൾ കൈകാര്യം ചെയ്ത രീതിയിലും പറ്റിയ അബദ്ധങ്ങളാണ് ദുരന്തത്തിനും വളർച്ചയ്ക്കും കാരണം. ഇതിലേത് സമീപനമാണോ നിങ്ങൾ സ്വീകരിച്ചത് അതുപോലെ ഇരിക്കുന്നതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ കാഴ്ചപ്പാടിൽ. പാർട്ട്ണർഷിപ്പ് ബിസിനസ് വളരെ വളരെ ഗുണം ചെയ്യും. എന്തുകൊണ്ടാണ് ഗുണം ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ബിസിനസ് കൈകാര്യം ചെയ്യുമ്പോൾ എൻ്റെ ഒരാളുടെ ക്രിയേറ്റിവിറ്റി മാത്രമേ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്നാൽ 4-5 പേരുള്ളൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആണെങ്കിൽ അവരുടെ ക്രിയേറ്റിവിറ്റി കൂടി ഉപയോഗിക്കാം. ഒരാളുടെ തലേന്ന് വരുന്നതായിരിക്കില്ല 5 പേരുടെ തലേന്ന് വരുന്ന സാധനം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പാർട്ട്ണർഷിപ്പ് ബിസിനസ് വളരെ വളരെ നന്നായി കൊണ്ടുപോകുന്ന ആളുകളും ഉണ്ട് എന്നാണ്. അത് നിങ്ങളതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ വിജയവും പരാജയവും. സാർ ഒരു കാര്യം ചോദിച്ചാൽ, ഇപ്പം സാറ് പറഞ്ഞില്ലേ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആക്കിയിരിക്കുന്നത്. നമ്മളൊരാളെ നമ്മുടെ ബിസിനസ്സിലേക്ക് പാർട്ട്ണറായിട്ട് ചൂസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് നോക്കേണ്ടതുണ്ടാവും. ഇപ്പോൾ ഒരാൾ എങ്ങനെയായിരിക്കണം, അയാളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കണം, ബിഹേവിയർ എങ്ങനെ ഉണ്ടായിരിക്കണം, അതിനെപ്പറ്റി സാറിന് എന്താ പറയാനുള്ളത്? ഇപ്പോൾ സാർ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു വാല്യൂ സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റി സാറിന് എന്താ പറയാനായിട്ടുള്ളത്? എൻ്റെ ഇപ്പോൾ ചോദ്യം ആദ്യം ചോദിച്ചാൽ, ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഒരാളെ കൊണ്ടുവരുമ്പോൾ ആദ്യം അയാളുടെ വാല്യൂ സിസ്റ്റവും നമ്മുടെ വാല്യൂ സിസ്റ്റവും ഒന്നാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ ഉദാഹരണം, നമ്മുടെ സ്പേസിലുള്ള ചാൾസ് സാർ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹം ആരോടെങ്കിലും എന്തെങ്കിലും ഒരു പാർട്ട്ണർഷിപ്പ് കൊളാബറേറ്റീവ് ഡീൽ കൊണ്ടുവരികയാണെങ്കിൽ 5 കൊല്ലമെങ്കിലും മിനിമം പരിചയമുള്ള ഒരാളെയെ അദ്ദേഹം അതിൽ കൊണ്ടുവരാറുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നി. കാരണം ഇത്രയും കാലത്തിനിടയ്ക്ക് നമുക്ക് അയാളുടെ വാല്യൂ സിസ്റ്റം മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എന്നോട് നിങ്ങൾ ആദ്യം ഏതാണ് ഒരു മാനദണ്ഡം എന്ന് ചോദിച്ചാൽ, നമ്മുടെ വാല്യൂ സിസ്റ്റം തന്നെയാണോ അയാളുടെ വാല്യൂ സിസ്റ്റം എന്ന് ഉറപ്പുവരുത്തണം. ഉദാഹരണം, എന്തെങ്കിലും ബിസിനസ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും ചെയ്ത് കാശുണ്ടാക്കിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരാളും അല്ല, വളരെ വാല്യൂ ബേസ്ഡ് ആയിട്ട് സത്യസന്ധമായി മാത്രമേ ബിസിനസ് ചെയ്യൂ എന്ന് ചിന്തിക്കുന്ന ഒരാളും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ വന്നാൽ ഉറപ്പായി അത് അടിയിൽ കലാശിക്കും എന്ന് തന്നെയാണ്. അപ്പോൾ ഒരു വാല്യൂ സിസ്റ്റം നമുക്കൊന്നിച്ചുണ്ടോ നോക്കാം. രണ്ടാമത്തെ കാര്യം, എനിക്ക് ചില കുറവുകളുണ്ടാകും, നിങ്ങൾക്ക് ചില കുറവുകളുണ്ടാകും. ഈ കുറവുകളെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ അതൊരു മികച്ച പാർട്ട്ണർഷിപ്പാകും. ഉദാഹരണം, ഒരു ബിസിനസ്സിൽ ഓപ്പറേഷൻ ഭാഗത്ത് ഞാനൊരു വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ഒരാളും വളരെ പ്രാവീണ്യമുള്ള ഒരാളാണെന്ന് കരുതുക. എന്നാൽ മാർക്കറ്റിംഗ് സെയിൽസ് എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. നിങ്ങൾ മാർക്കറ്റിംഗ് സെയിൽസിൽ വളരെ മിടുക്കരായ ഒരാളാണെങ്കിൽ ഈ കോമ്പിനേഷൻ യഥാർത്ഥത്തിൽ വലിയ വളർച്ചയുണ്ടാക്കും. കാരണം നിങ്ങളുടെ മാർക്കറ്റിംഗ് സെയിൽസ് എന്ന് പറയുന്ന കഴിവും എൻ്റെ ഓപ്പറേഷൻസ് എന്ന് പറയുന്ന കഴിവും കൂടുമ്പോൾ സ്വാഭാവികമായി ഈ ബിസിനസ് വലിയ ഉയർച്ചയിലേക്ക് പോകും. അപ്പോൾ നമുക്ക് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും എന്നതാണ് നമ്മൾ നോക്കേണ്ട രണ്ടാമത്തെ കാര്യം. പിന്നെ മൂന്നാമത് പരിഗണിക്കപ്പെടേണ്ട ഒരു കാര്യം എന്താ ചോദിച്ചാൽ, സാമ്പത്തിക പെരുമാറ്റങ്ങൾ എങ്ങനെയാണ് നമ്മൾ തമ്മിൽ. ഈ സാമ്പത്തിക പെരുമാറ്റം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ ബാങ്കിലൊക്കെ ലോണിന് പോകുമ്പോൾ നമ്മളുടെ ക്രെഡിറ്റ് സ്കോർ നോക്കുമെന്ന് പറയും. എന്താണ് ക്രെഡിറ്റ് സ്കോർ?
നിങ്ങളുടെ ഫിനാൻഷ്യൽ ബിഹേവിയറിനെ അളന്നിട്ട് ഒരു സ്കോറിങ് കൊടുത്തിരിക്കുകയാണ്. അതാണ് ചില ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, പൈസ ഉണ്ടാകും, ബാങ്കിൽ പൈസ ഉണ്ടാകും, എന്നാലും സപ്ലയർക്ക് പൈസ കൊടുക്കില്ല. കാരണം അത് കുറച്ചു കാലം ഇങ്ങനെ കയ്യിൽ പിടിച്ചു വയ്ക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അയാൾക്കൊരു സംതൃപ്തി എന്നാണ്. എനിക്കറിയാവുന്ന, ഞാൻ പണ്ട് ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോകുമായിരുന്നു, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. ഈ ക്ലാസ് കഴിഞ്ഞാൽ, ഇത് 10-18 കൊല്ലം മുമ്പ് നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അദ്ദേഹം എനിക്ക് തരാമെന്ന് പറഞ്ഞ് പൈസ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലുണ്ടാകും. അദ്ദേഹം പറയും, സാർ എവിടേക്കാ ധൃതി പിടിക്കണേ, ഇരിക്കി എന്ന് പറഞ്ഞ് കുറച്ചു നേരം നമ്മളെ പിടിച്ചിരുത്തിയതിന് ശേഷം മാത്രമേ അദ്ദേഹം ഈ പൈസ തരുള്ളൂ. അതിൽ അയാൾക്കൊരു സുഖം. ഇതൊരു തന്നെ അസുഖം എന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഒരു സാമ്പത്തിക പെരുമാറ്റം, നിങ്ങളുടെ സാമ്പത്തിക പെരുമാറ്റവും നമ്മുടെ സാമ്പത്തിക ചില ആളുകൾ പൈസ കറക്റ്റായിട്ട് കൊടുക്കും, കറക്റ്റായിട്ട് വാങ്ങും. ചില ആളുകൾക്ക് അങ്ങനെ ഒരു ധാരണയുണ്ടാവില്ല. അപ്പം നിങ്ങളുടെ സാമ്പത്തിക പെരുമാറ്റം നമ്മളുമായി യോജിച്ചു പോകുന്നതാണോ എന്ന് നോക്കണം. ഇതാണ് മൂന്നാമത്തെ കാര്യം. അതായത് പൊതുവെ ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ പലപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഈ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് എത്തുമ്പോഴായിരിക്കും, ഇല്ലേ? അതെ, അങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് പ്രധാനമായി വരുന്നത് പണവുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടാവുക. പണമല്ലാത്ത സാധനങ്ങൾ ഉണ്ടാവാൻ കേട്ടോ. ഈഗോ, ഉദാഹരണം, നിങ്ങൾക്ക് കൂടുതൽ അംഗീകാരം കിട്ടുന്നു. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ജോലി ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഒരു പാർട്ട്ണറാണെന്ന് കരുതിക്കോളൂ. ഇപ്പോൾ നമ്മുടെ ജീവനക്കാരിൽ കൂടുതൽ ആളുകൾ എന്നെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്താണ്, എനിക്ക് അപ്പോൾ അത് അങ്ങനെയൊക്കെ വർക്കൗട്ട് ആവാം, ഈഗോ വർക്കൗട്ട് ആകാം, അതൊക്കെ ഉണ്ടാവാം. എന്നാലും പൊതുവേ നമ്മൾ കേട്ടിരിക്കുന്ന സാമ്പത്തികമായി പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണ്. അതായത് ചുരുക്കി പറഞ്ഞ ഒരു ലൈഫിലേക്ക് എത്തുമ്പോൾ ഒരു ലൈഫ് പാർട്ണർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ കോംപ്ലിമെന്റ് ചെയ്ത് നിൽക്കുന്നു, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ബിസിനസ്സിലും പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന കാര്യങ്ങൾ. പണ്ടൊക്കെ പറയില്ലേ, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പെൺകുട്ടിയായിട്ട് ഫോണിലൊക്കെ വർത്താനം പറഞ്ഞ് ഒന്ന് നല്ല പരിചയമായിട്ട് കല്യാണം. ഇപ്പം ഈ കാലഘട്ടത്തിൽ, പണ്ടങ്ങനെ ഉണ്ടായിരുന്നില്ല, ഈ കാലഘട്ടത്തിൽ ഒരു അനിവാര്യമാണ് ഡേറ്റിംഗ് എന്നൊക്കെ. അത് പുറത്തൊക്കെയുള്ള കാര്യമാണ് ആ വാക്ക്. എന്നാലും നമ്മളൊന്ന് ഫോണിലൊക്കെ വർത്താനം പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് കല്യാണം കഴിക്കുക. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ആളെ മനസ്സിലാക്കാൻ കഴിയും. തുടക്കത്തെ ഇപ്പം ആരാ ഫോൺ വിളിച്ച്, നീ കുറേ നേരമല്ലോ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കണേ, എന്താണ് പ്രശ്നം, വേറെ ആരെങ്കിലുമായിട്ട് കണക്ട് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ചെറുക്കനാണെങ്കിൽ പിന്നെ അവനെ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ ഒരു പാസ്റ്റ്, നേരത്തെ ചാൾസ് സാർ പറഞ്ഞ പോലെ ഒരു 5 കൊല്ലം ഇയാൾ എങ്ങനെയായിരുന്നു എന്ന് അറിഞ്ഞിട്ട് പാർട്ട്ണർഷിപ്പിലേക്ക് വരുന്നതാണ് നല്ലത് എന്നാണ്. കാരണം പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഭാര്യ ഭർത്ത ബന്ധം പോലെ ഒരു ബിസിനസ്സിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമാണ്. അപ്പോൾ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരാളെ ചൂസ് ചെയ്യാൻ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളിപ്പോൾ ഓർഗനൈസേഷൻ ആണെങ്കിൽ കൂടിയും ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്നതിൽ ഒരു എക്സ്പെക്റ്റേഷൻ നമ്മൾ സെറ്റ് ചെയ്യും, ജോബ് റോള് സെറ്റ് ചെയ്യും, റെസ്പോൺസിബിലിറ്റീസ് സെറ്റ് ചെയ്യും. അതെല്ലാം പാർട്ണർഷിപ്പിലും ഇമ്പോർട്ടൻ്റ് അല്ലേ? അതായത് നമ്മൾ രണ്ടുപേരും ഒന്നിച്ചൊരു പാർട്ട്ണർഷിപ്പിൽ വരുമ്പോൾ ഈ ബിസിനസ്സിൽ നിങ്ങളുടെ റോൾ എന്താണെന്നും എൻ്റെ റോൾ എന്താണെന്നും കൃത്യമായി ഡിഫൈൻ ചെയ്തില്ലെങ്കിൽ സംഭവിക്കാൻ പോകണം എന്തറിയോ, കുറച്ച് കഴിയുമ്പോൾ തോന്നും ഞാനാണ് കൂടുതൽ പണിയെടുത്തത്, അയാൾ കാര്യമായിട്ടൊരു പണിയെടുക്കുന്നില്ല എന്ന് പറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇങ്ങനെ മുൻകൂട്ടി റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഡിഫൈൻ ചെയ്യാത്തത് കൊണ്ട് ഒറ്റയ്ക്ക് കാര്യമായി പണിയെടുക്കുകയും എന്നാൽ പ്രോഫിറ്റ് ഷെയർ എല്ലാവരും തുല്യമായി സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകളെ എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ പിന്നീട് ഈ പണിയെടുക്കുന്ന ആൾക്ക് നിരാശ സംഭവിക്കും. അതിന് പകരം റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി കൃത്യമായി ഡിഫൈൻ ചെയ്യും. അതുമാത്രമല്ല, ഞാൻ വളരെ 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 കാര്യമായി പറയുന്നത്, എഗ്രിമെൻ്റ് കൃത്യമായി ഉണ്ടാക്കണം എന്നതാണ്. അതായത് ഈ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഉൾപ്പെടെ സാമ്പത്തികം എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡീറ്റെയിൽഡ് എഗ്രിമെൻ്റ് ഉണ്ടാക്കണം എന്നാണ്. ഞാൻ എൻ്റെ ലൈഫിൽ കേട്ട ഏറ്റവും നല്ലൊരു ചൊല്ല്, ജയൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു കമ്പനി സെക്രട്ടറി ഉണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞൊരു വാചകം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറയും, എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ചീത്ത സമയത്തിന് വേണ്ടി നല്ല സമയത്തുണ്ടാകുന്ന രേഖയാണ് എന്ന് അദ്ദേഹം പറയും. ചീത്ത കാലത്തിന് വേണ്ടി നല്ല കാലത്ത്, അതായത് നമ്മൾ രണ്ടുപേരും നന്നായിരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും സംഭവിക്കാൻ സാധ്യതയുള്ളൊരു ചീത്ത കാലത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കപ്പെടുന്നതായിരിക്കും എഗ്രിമെൻ്റ് എന്നാണ്. അപ്പോൾ എഗ്രിമെൻറ്റിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത്തരം സാധനങ്ങൾ സൂചിപ്പിക്കണം എന്നതാണ്. അതായത് സാമ്പത്തികം എത്ര എടുക്കും, നിങ്ങൾ സാമ്പത്തികം എത്ര എടുക്കും, നമ്മുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്താ, നമ്മൾ എവിടെ എത്തും. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നിർബന്ധമായി വെക്കേണ്ട ഒരു കാര്യം, നമ്മൾ പിരിയുകയാണെങ്കിൽ എങ്ങനെ പിരിയും, എക്സിറ്റ് പോളിസി എന്ന് പറയും. അത് എങ്ങനെയായിരിക്കും, എക്സിറ്റ് എങ്ങനെയായിരിക്കും സംഭവിക്കുക, നിങ്ങളിതിൽ നിന്ന് പോവുകയാണെങ്കിലോ ഞാനിൽ നിന്ന് പോവുകയാണെങ്കിലോ സ്മൂത്തായിട്ട് എങ്ങനെ പോകാൻ കഴിയും എന്നതുൾപ്പെടെ ഒരു എഗ്രിമെൻ്റ് ആക്കിയേ പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങാവൂ എന്ന് ഉറപ്പിച്ച് പറയും.
എഗ്രിമെൻറ്റുകളിൽ അപാകതയുണ്ടെങ്കിലോ എഗ്രിമെൻ്റ് ഇല്ലാതോ ബിസിനസ് ചെയ്താൽ ഈ ഡ്രൈവർ പറഞ്ഞ പോലെയോ ഇല്ലെങ്കിൽ എന്നോട് ഒരുപാട് പേർ ഈ പറഞ്ഞ ദുരന്ത കഥയായി മാറാൻ സാധ്യതയുണ്ട് എന്നത്. അതായത് ചുരുക്കി പറഞ്ഞ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കേവലം ഒരു വിശ്വാസം എന്നുള്ളൊരു കാര്യത്തിന്റെ പുറത്തല്ലാതെ വിശ്വാസം പേപ്പറുകളിലേക്ക് കൂടി ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്ന ഒരു കാര്യമായാൽ മാത്രമാണ് ബിസിനസ്സിൽ പാർട്ണർഷിപ്പ് ബിസിനസ് നല്ലതാകൂ എന്നതാണ്. നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്നതും നിങ്ങളോട് എനിക്ക് സ്നേഹം കാണിക്കുന്നതെല്ലാം അനിവാര്യമാണ്, തെറ്റൊന്നല്ല. പക്ഷേ ഇപ്പൊ നമ്മളുള്ള ഇതേ ടേംസ് ആയിരിക്കണമെന്നില്ല 3 കൊല്ലം കഴിയുമ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ആ സമയത്ത് ചിന്തിക്കുക. എന്നാൽ എഴുതപ്പെട്ട രേഖകൾ ഇപ്പോൾ ഒന്നും 3 കൊല്ലം കഴിയുമ്പോൾ വേറെ ഒന്നും സംസാരിക്കില്ല. അതുകൊണ്ടാണ് രേഖയാക്കണം എന്ന് പറയുന്നത്. രേഖയാക്കി കഴിഞ്ഞാൽ ഞാനേ ഒരു കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരാളോട് 1 ലക്ഷം രൂപ കടം വാങ്ങിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനൊരു ചെക്ക് എഴുതി കൊടുത്തു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എനിക്കെന്തിനാണ് ചെക്ക്? നമ്മളിത് കയ്യിൽ വെച്ചോളൂ, ഞാൻ പൈസ തരുമ്പോൾ ഈ ചെക്ക് തിരിച്ചു തന്നാൽ എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, എനിക്ക് അങ്ങനെ ഉദ്ദേശം, നിങ്ങളെനിക്ക് വലിയ വിശ്വാസമാണ് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവാം, ഈ പൈസ തരുന്നതിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ നിങ്ങൾക്ക് പൈസ തന്നതിനൊരു തെളിവ് വേണ്ടേ? നിങ്ങൾ എൻ്റെ ഭാര്യയോട് ഞാൻ 1 ലക്ഷം രൂപ കടം കൊടുത്തിട്ടുണ്ടെന്ന് കാണിക്കാനൊരു സാധനം വേണ്ടേ? നിങ്ങളിത് വെറുതെ കയ്യിൽ വെച്ചോളൂ, ഞാൻ പൈസ തരുന്ന സമയത്ത് നിങ്ങൾ തിരിച്ചു തന്നാൽ മതി എന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. അപ്പോൾ ഇത് വിശ്വാസക്കുറവിൻ്റെ അല്ല, അതൊരു രേഖ കറക്റ്റായി ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എനിക്കൊരു കാര്യം സാറിൻ്റെ അടുത്ത് ചോദിക്കാറില്ല. സാർ പലപ്പോഴും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ കൂടെ നിങ്ങൾ ജോലിക്ക് എടുക്കുന്ന ഒരാൾ, അയാളെ ഒരു ജോലിക്കാരനായി കേവലം ഒതുക്കി നിർത്താൻ നിങ്ങൾക്ക് പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അവരെ പാർട്ണറായിട്ട് സ്വീകരിക്കാം എന്നുള്ളത്. അതെന്തുകൊണ്ട് സാർ അങ്ങനെ പറയാൻ കാരണം? അതായത് ഇപ്പോൾ ഉദാഹരണം, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ, അയാൾക്ക് നമ്മൾ ന്യായമായൊരു സാലറി കൊടുക്കുകയാണ്. ഇയാൾ ഈ സാലറിയിൽ സംതൃപ്തനല്ല, ഇയാൾക്ക് ഇതിനേക്കാൾ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ട്. ഇനി നമുക്കുറപ്പുണ്ട് ഇയാൾ നമ്മുടെ കൂടെ നിന്നാൽ നമുക്ക് ഭയങ്കര ഗുണം ചെയ്യുമെന്ന് ഉറപ്പുണ്ട്. ഇപ്പം ഇയാൾ പോയി സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങി അയാൾ വളരുന്നതിനേക്കാൾ എന്തുകൊണ്ട് നമുക്ക് അയാളോടൊരു പാർട്ട്ണർഷിപ്പ് സംസാരിച്ചു കൂടാത്തത്? കാരണം എന്താ, അയാൾ അവിടെ പോയി ചെയ്യുന്ന ബിസിനസ്സിൽ നമുക്കും പങ്കാളിയാവാം, വളരെ മിടുക്കനാണ്. പിന്നെ നാളെ ഇയാളെ നമ്മുടെ ഒരു കോമ്പറ്റീറ്റർ ആക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ബാധകമല്ല കേട്ടോ. അത്രയും ഔട്ട്സ്റ്റാൻഡിങ് ആയ ഒരാളാണെങ്കിൽ അയാളെ പുറത്തു പോയി സ്വന്തമായി ഒരു സ്ഥാപനം തുടങ്ങി നമ്മുടെ കോമ്പറ്റീറ്റർ ആക്കാതിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫിനെ അയാളെ അടിച്ചുകൊണ്ട് പോയി എന്ന് പറയാതിരിക്കാൻ ഏറ്റവും നല്ല മാർഗം അങ്ങനത്തെ ഒരു മിടുക്കനായ ജീവനക്കാരനുണ്ടെങ്കിൽ അവനെ പാർട്ട്ണറാക്കണമെന്ന്. അവൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവനൊരു സ്റ്റേക്ക് കൊടുത്ത് അവനെ നമ്മുടെ കൂടെ നിർത്തുന്നതല്ലേ നല്ലത്. ശരിയാണ്, ശരിയല്ലേ? അതെ അതെ അതെ. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഈ ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്, അങ്ങനെ കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ, നമ്മളിപ്പോൾ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് ഒരാളെ എടുക്കുമ്പോഴത്തേനും അയാൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണണം. ഓപ്പർച്യൂണിറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. കാരണം അങ്ങനെ കണ്ടെത്തുന്ന പറ്റുന്ന ഒരാളെ നമ്മുടെ പാർട്ണറാക്കിയിട്ടല്ലേ കാര്യമുള്ളൂ. പലപ്പോഴും ഞാൻ കണ്ടെന്ന് വെച്ചാൽ ഈ പാർട്ട്ണർഷിപ്പിൽ നമ്മൾ ചിന്തിക്കുന്ന വേഗതയിൽ, നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യും. അതിന് ഞാൻ എപ്പോഴും പറയുന്നത്, ഇപ്പോൾ നമ്മുടെ പല ട്രെയിനിങ് പ്രോഗ്രാമിലും ഈ 2 പാർട്ട്ണർമാരിൽ ഒരാൾ വരും. എന്നിട്ട് ഈ വന്ന ആൾ നമ്മളോട് പറയും, സാറേ ഇതൊന്നും ചെന്ന് പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവില്ല, അയാൾ ഇങ്ങനത്തെ ട്രെയിനിങ്ങിന് വരുന്നില്ല എന്നൊക്കെ പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിന് ഏറ്റവും വലിയ സ്ട്രഗിൾ എന്താണെന്നറിയോ? ഒരു കുതിരവണ്ടി 2 കുതിരകളെ പൂട്ടിയിരിക്കുകയാണ്. ഒരു കുതിര വേഗത്തിൽ പോകുന്നു, മറ്റേ കുതിരയ്ക്ക് വേഗത്തിൽ പോകാൻ പേടിയുണ്ട് എന്ന് കരുതിക്കൊള്ളൂ. സത്യത്തിൽ ഈ കുതിര ഓടുന്ന കാലത്തോളം ഈ 2 കുതിരകൾക്കും ഇത് ശാപമാണ്. വേഗത്തിൽ ഓടുന്ന കുതിരയ്ക്ക് മറ്റേ കുതിരയെ വലിച്ചോണ്ട് പോകേണ്ട ഗതികേട്. ഇനി മെല്ലെ പോകുന്ന കുതിരയ്ക്കോ വെറുതെ പിടിച്ച് വലിക്കുകയാണ് എന്ന് പറയുന്ന ചിന്ത. യഥാർത്ഥത്തിൽ ഈ 2 കുതിരകളും സ്ട്രഗിൾ ചെയ്യും എന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ വരുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക, ജീവിതത്തിൻ്റെ ഗോളുകളെക്കുറിച്ച്, അംബീഷനെക്കുറിച്ചെല്ലാം ഒരു ഡിസ്കഷൻ ആയതിനു ശേഷം ഒന്നിച്ചു വരുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി അങ്ങനെ ഒന്നിച്ചു വന്നാൽ തന്നെ നിരന്തരമായ ഒരു ആശയവിനിമയത്തിലൂടെ എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ ചിന്താഗതികളും എൻ്റെ വേഗതയും, നിങ്ങളുടെ വേഗതയും നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ചിന്താഗതികളുമായി
എങ്ങനെ യോജിപ്പിച്ച് കൊണ്ടുപോകാം എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ലയബിലിറ്റി ആവാതെ ഒരു അസറ്റ് ആവുള്ളൂ. ഇപ്പൊ സാർ ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഞാൻ ഈ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ ഞാൻ അയാളുടെ അടുത്ത് പോയി പറയും, മനസ്സിലാക്കും എന്ന്. ലേണിംഗ് കൾച്ചറും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ലേ പാർട്ട്ണറെ സംബന്ധിച്ച്? ഞാൻ എപ്പോഴും പറയും, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നിങ്ങൾ 3 പേരുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാമിന് പോവുകയാണെങ്കിൽ നിങ്ങൾ 3 പേരും പോകണം. ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ 3 പേരും പങ്കെടുക്കണം. കാരണം അവിടെ കിട്ടുന്ന സാധനങ്ങൾ നിങ്ങൾ ഒരാൾക്ക് മാത്രം കിട്ടുകയും ബാക്കി 2 പേർക്കും കിട്ടാതിരിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും ഈ 3 പേർക്ക് പോയാൽ 3 പേരുടെ ഫീ ആവുമല്ലോ എന്ന് വെച്ചാൽ പോകാതിരിക്കാറുള്ളത്. നമ്മുടെ ട്രെയിനിങ് മാത്രമല്ല, ഏത് ട്രെയിനിങ് പോകുമ്പോഴും ഞാനത് പറയാറുണ്ട്. കാരണം വെച്ചാൽ ഒരേ ആശയം ഒരേപോലെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ഒരു ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് എങ്ങനെയുള്ളതായിരിക്കണം എന്ന് പറഞ്ഞാൽ സാർ അതിന് എന്തൊരു ഡെഫിനിഷൻ കൊടുക്കാനായിട്ട് പറ്റും? മനുഷ്യൻ എപ്പോഴും ലിമിറ്റഡ് ആണ്, സിംഗിൾ പേഴ്സൺ ലിമിറ്റഡ് ആണ്. ഈ ലിമിറ്റേഷനെ, എനിക്ക് ചില കുറവുകളുണ്ട്, നിങ്ങൾക്കും ചില കുറവുകൾ ഉണ്ടാകും. ഈ കുറവുകളെ നമ്മൾ അതിജീവിക്കുന്നത് വേറൊരാളുടെ നിറവുകൾ ഉപയോഗിച്ചാണ്. ഇത് ലോക നിയമമാണ്. നമ്മൾ കല്യാണം കഴിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ കൂട്ടമായി സാമൂഹ്യമായി ജീവിക്കുന്നതിൻ്റെ കാരണം അതാണ്. ബിസിനസ്സിലും അതുപോലെയാണ്. ബിസിനസ്സിൽ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ നമ്മുടെ എംപ്ലോയീസ് ഉണ്ടാകും. പക്ഷേ ഒരേപോലെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന, ചിന്തിക്കുന്ന 2 3 അതിൽ കൂടുതലോ പാർട്ട്ണർമാർ ഒന്നിച്ചു വരുന്നത് യഥാർത്ഥത്തിൽ ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വലിയ ഗുണം ചെയ്യും എന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് ബിസിനസ് തിരഞ്ഞെടുക്കാം. അത് ശരിയായ രീതിയിൽ തിരഞ്ഞെടുത്താൽ വലിയ ഉയർച്ചയുണ്ടാകും. ഒരു ലാസ്റ്റ് കാര്യം കൂടി, ലോജിക്കലായിട്ട് എല്ലാ കാര്യങ്ങളെയും കാണണമെന്ന് സാർ പറയാറുണ്ട്. പലപ്പോഴും ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് വരുമ്പോൾ റിലേഷൻഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി ഇമോഷണലായ ഒരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പോയി കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ലോജിക്കൽ ഡിസിഷൻ മേക്കിംഗ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് പാർട്ട്ണർഷിപ്പിൽ? ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ ആളുകളോട് പറയും, സിമ്പതി കൊണ്ട് നിങ്ങൾ ആരെയും കല്യാണം കഴിക്കരുത്. എൻ്റെ അടുത്തൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഒരു അനാഥ പെൺകുട്ടീനെയാണ് ഞാൻ കല്യാണം കഴിച്ചത്, ഇപ്പം അവൾ അങ്ങനെയൊന്നും അല്ല സാർ എന്ന് അയാൾ പറഞ്ഞു. അപ്പം നിങ്ങൾ എന്തിനാണ് അവളെ കല്യാണം കഴിച്ചത്? അവൾക്ക് ഞാൻ ജീവിതം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെയാണ് കുഴപ്പം. സിമ്പതി കല്യാണത്തിന് മുമ്പായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോൾ സിമ്പതി എന്ന് പറഞ്ഞ സാധനം പോയി. കാരണം അവൾ അനാഥയല്ലാതായി. സിമ്പതി എന്ന് പറഞ്ഞ സാധനം പോയി. സിമ്പതി എന്ന് പറഞ്ഞ സാധനം പോയപ്പോൾ സിമ്പതിയുടെ പുറത്തായിരുന്നു നിങ്ങൾക്ക് സ്നേഹം, അതുകൊണ്ടാണ് അത് പോയത്. അപ്പോൾ അത് പോയപ്പോൾ നിങ്ങൾക്ക് അതില്ലാണ്ടായി. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഇതിനെ കാണേണ്ടത്. പ്രത്യേകിച്ച് ബിസിനസ്സിൽ വരുമ്പോൾ നിങ്ങളെ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളെ പാർട്ട്ണറാക്കി എന്നല്ല. ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ യുക്തി എന്താണ്? എന്തിനാണ് ഞാൻ ഇങ്ങനെ ഒരാളെ തിരഞ്ഞെടുക്കുന്നത്? ഞാനിങ്ങനെ തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് എനിക്കും അയാൾക്കും നേട്ടമുണ്ടോ? അതാണ് കേട്ടോ വിൻ വിൻ എന്ന് പറയുന്നത്. അല്ലാണ്ട് ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ എനിക്ക് കുറേ ഉണ്ടാക്കാൻ പറ്റും, എനിക്ക് അയാളെ ഉപയോഗിക്കാൻ പറ്റും, അങ്ങനെയല്ല. കാരണം ഇത് സസ്റ്റൈനബിൾ ആവില്ല, അത് അയാൾ തിരിച്ചറിയും. അപ്പോൾ എനിക്കും അയാൾക്കും ഗുണമുണ്ടോ? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ, ഒരു പാർട്ട്ണർഷിപ്പ് ഒരാൾ മാത്രം മരിച്ചു പണിയെടുക്കുന്നു, മറ്റാൾക്ക് അത്രയും ജോലി ഇല്ല എങ്കിൽ, വിവരമുള്ളവനാണെങ്കിൽ അയാൾ ആ പണിയെടുക്കാത്തവൻ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നീയാണ് ഇത്രയും കൂടുതൽ എടുക്കുന്നത്, അതുകൊണ്ട് കുറച്ച് പെർസെൻറ്റേജ് നീ കൂടുതൽ എടുക്കണം എന്ന് പറയുന്നത് ഈ ബിസിനസ് കൂടുതൽ കാലം സസ്റ്റൈനബിൾ ആവുകയും അതിൻ്റെ ബെനിഫിറ്റ് 2 പേർക്കും കിട്ടുകയും ചെയ്യും. പകരം ഞാൻ പണിയെടുക്കാതിരിക്കുകയും ഇയാളെ കൊണ്ട് പണിയെടുപ്പിക്കുകയും ചില കുറച്ച് കഴിയുമ്പോൾ ഇയാൾക്ക് മനസ്സിലാവും ഞാൻ ഈ പണിയെടുത്ത് മരിക്കുകയാണ്, അപ്പോൾ ഈ ബിസിനസ് നിന്ന് പോകും. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കലാണ് ബുദ്ധി. ഒരു വിൻ വിൻ ആറ്റിറ്റ്യൂഡോടുകൂടി ലോങ് ടേം പെർസ്പെക്റ്റീവിൽ ലോജിക്കലായിട്ട് ഡിസിഷൻ എടുത്ത് പോയി കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്. അതായത് റൈറ്റ് പേഴ്സൺ ആണ് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസിന്റെ സക്സസ് തീരുമാനിക്കുന്നത്, അതല്ലേ സർ? റൈറ്റ് പേഴ്സൺ, റൈറ്റ് അപ്രോച്ച്. എങ്ങനെയുണ്ട്, നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി. ഓക്കെ. അപ്പോൾ ഇത്രയും നല്ലൊരു ടോപ്പിക്ക് ഇത്രയും വളരെ വിശദമായി ചർച്ച ചെയ്ത് തന്നതിന് താങ്ക് യു സോ മച്ച് സർ. ഇനിയും നല്ലൊരു വിഷയമായിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. താങ്ക് യു.